നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആനപ്പക, പാമ്പിൻ പക ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യർക്കും തീർച്ചയായിട്ടും പകയുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒടുങ്ങാത്ത പകയുമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അടിമകൾ ആദർശത്തിൻ്റെ അപ്പോസ്തലയായി വാഴ്ത്തുന്ന സോണിയാഗാന്ധിയുടെ യഥാർത്ഥ മുഖത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പകിട്ടേകിയ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ മൃതദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും സോണിയാഗാന്ധി ചെയ്ത ക്രൂരതയുടെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. നമുക്കാദ്യം മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJP നേതാവുമായിരുന്ന AV വാജ്പേയി അന്തരിച്ച 2018 ഓഗസ്റ്റ് 17 പോകാം. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. വാജ്പേയി അന്തരിച്ച ഉടൻ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖം പ്രഖ്യാപിക്കുന്നു. രാത്രിയിൽ വാജ്പേയിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ വിദേശ രാഷ്ട്രങ്ങളുടെ മന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും ആദരവ് അർപ്പിക്കുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ അടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിറ്റേന്ന് മൃതദേഹം വഹിച്ചുള്ള സൈനിക വാഹനത്തിനൊപ്പം വിലാപയാത്രയിൽ 6 കിലോമീറ്റർ ദൂരവും ചെരുപ്പ് പോലും ധരിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കം നടന്ന് സമാധി സ്ഥലത്തെത്തുന്നു. അവിടെ സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു. ഇന്നും വാജ്പേയിയുടെ ചരമദിനവും ജന്മദിനവും BJP ആചരിക്കുന്നു. മധ്യപ്രദേശിൽ ജനിച്ച വാജ്പേയിയുടെ സമാധി രാഷ്ട്രീയ സ്മൃതിസ്ഥൽ എന്ന പേരിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള തുരങ്കം നമ്മുടെ രാജ്യത്തെ ലേ മനാലി പാതയിൽ നിർമ്മിച്ചപ്പോൾ അതിന് BJP സർക്കാർ അടൽ ടണൽ എന്നാണ് പേര് നൽകിയത്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്, അടൽ പെൻഷൻ യോജന എന്നിവയും ആരംഭിച്ച് BJP സർക്കാർ അദ്ദേഹത്തിന് ആദരവ് പ്രകടിപ്പിക്കുന്നു. ഇനി നെഹ്റു കുടുംബത്തിൽ നിന്നുമല്ലാത്ത ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രിയായി 5 വർഷം തികച്ച PV നരസിംഹറാവു അന്തരിച്ച 2004 ഡിസംബർ 23 നമുക്കൊന്ന് പോയി നോക്കാം. ആന്ധ്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം 30 വർഷമായി ഡൽഹിയിൽ താമസിച്ച മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മൃതദേഹം പൊതിയാനുള്ള തുണി പോലും വാങ്ങി നൽകുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആന്ധ്രയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മക്കൾ എത്തിയതിനു ശേഷമാണ് തുണി വാങ്ങി നൽകിയത്. പിന്നീട് വസതിയിലെത്തിച്ച മൃതദേഹം ദർശിക്കാമെന്ന ഏക കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ റാവുവിൻ്റെ ഇളയ പുത്രനായ പ്രഭാകരയെ മാറ്റി നിർത്തി പറഞ്ഞത്, ഈ മൃതദേഹം ഡൽഹിയിൽ സംസ്കരിച്ചാൽ ആരും പങ്കെടുക്കാൻ വരില്ല, അതുകൊണ്ട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി ചടങ്ങ് നടത്താനാണ്. ഇത് പറഞ്ഞു കഴിയും മുന്നേ ആന്ധ്ര മുഖ്യമന്ത്രി YSR റെഡ്ഡിയുടെ ഫോൺ കോൾ മക്കൾക്ക് വരികയും മൃതദേഹം ആന്ധ്ര സർക്കാർ ബഹുമതിയോടെ സംസ്കരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് നരസിംഹറാവുവിൻ്റെ മക്കൾ രാത്രി 9:30 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി. അപ്പോൾ നരസിംഹറാവുവിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച ശിഷ്യനായ മൻമോഹൻ സിംഗ് നൈറ്റ് ഗൗൺ ധരിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആഹാ, എത്ര നല്ല ശിഷ്യൻ! 30 വർഷമായി ഡൽഹിയിൽ താമസിക്കുന്ന, ഡൽഹി തൻ്റെ മേഖലയായി സ്ഥിരപ്പെടുത്തിയ റാവുവിന് അദ്ദേഹത്തിൻ്റെ അന്തിമ ആഗ്രഹപ്രകാരം ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് മക്കൾ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ സോണിയാഗാന്ധിയുടെ PR ആണ് അയാളെന്ന് പിന്നീട് മനസ്സിലായി. അവരോട് ശബ്ദം ഉയർത്തിക്കൊണ്ട് ബോഡി വേണമെങ്കിൽ ഹൈദരാബാദ് കൊണ്ടുപോയി സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. ഉടനെ മൻമോഹൻ എഴുന്നേറ്റ് നിന്ന് മക്കളോട് റാവുവിനെ ഹൈദരാബാദിൽ സംസ്കരിച്ചാലും ഡൽഹിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മൃതി കുടീരം നിർമ്മിക്കുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നു. പിറ്റേന്ന് രാവിലെ റാവുവിൻ്റെ മൃതദേഹം ഒരു സൈനിക വാഹനത്തിൽ കയറ്റി എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വാഹനം പാർട്ടി പ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി 24 അക്ബർ റോഡിലുള്ള കോൺഗ്രസ് ഹെഡ് ഓഫീസിൽ കയറ്റി കുറച്ചുനേരം പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിച്ചിരുന്നു. വാഹനം ഇവിടെ എത്തിയപ്പോൾ ഓഫീസിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സമീപത്തുള്ള വസതിയിൽ നിന്നും സോണിയാഗാന്ധിയും കുറച്ച് നേതാക്കളും ഇറങ്ങി വന്ന് കുറച്ച് പൂക്കൾ വിതറുന്നു. റാവുവിൻ്റെ മക്കളെ അടുത്തേക്ക് വിളിച്ച സോണിയാഗാന്ധി പറഞ്ഞത് ഗേറ്റ് പൂട്ടിയിരുന്ന താക്കോൽ കാണാതെ പോയി, അതുകൊണ്ട് ബോഡി ഇനി ഓഫീസിൽ കയറ്റാതെ വേഗം എയർപോർട്ടിൽ എത്തിക്കാനാണ്. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് മുദ്രാവാക്യം വിളിക്കരുതെന്ന് രാവിലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം കൊടുത്തിരുന്നു. ഗുലാം നബി ആസാദ് അടുത്തിടെ പറഞ്ഞത് അന്ന് റാവുവിൻ്റെ ഡെഡ് ബോഡി കോൺഗ്രസ് ഓഫീസിൽ കയറ്റരുത് എന്ന് സോണിയാഗാന്ധി തന്നോട് നേരിട്ട് പറഞ്ഞിരുന്നു എന്നാണ്. പിന്നീട് ഹൈദരാബാദിൽ ഹുസൈൻ സാഗർ ലേക്ക് തീരത്ത് ദഹിപ്പിക്കുന്നു. ചടങ്ങിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പങ്കെടുത്തിരുന്നു. രാത്രി 11 മണിയോടെ റാവുവിൻ്റെ മക്കളെ ചില മാധ്യമപ്രവർത്തകർ വിളിച്ചു TV ന്യൂസ് നോക്കാൻ പറയുന്നു. അവർ TVയിൽ കണ്ടത് പാതി കത്തിയ റാവുവിൻ്റെ ശരീരം നായ്ക്കൾ കടിച്ചു വലിക്കുന്നതാണ്. അവർ പെട്ടെന്ന് സ്ഥലത്തെത്തി വിറകുകൾ കൂട്ടിയിട്ട് ബാക്കി ശരീരം ദഹിപ്പിക്കുന്നു. ഓർക്കുക, കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായും ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങിയ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന
ഒരു നേതാവിൻ്റെ ശരീരമാണ് ആന്ധ്ര ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഔദ്യോഗികമായി നടത്തിയ സംസ്കാര ചടങ്ങിന് പിന്നാലെ തെരുവ് നായ്ക്കൾ കടിച്ചു വലിച്ചു തിന്നത്. റാവുവിൻ്റെ മൃതദേഹം പാതി കത്തിക്കിടക്കുന്ന രീതിയിൽ ദഹിപ്പിക്കണമെന്ന് സോണിയാഗാന്ധിയുടെ കടുത്ത ഭക്തനായ ആന്ധ്ര മുഖ്യമന്ത്രി വക നിർദ്ദേശമുണ്ടായിരുന്നത്രേ. വർഷങ്ങൾക്ക് ശേഷം റാവുവിനൊരു സ്മൃതി മണ്ഡപം ആന്ധ്രയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മക്കൾ ആന്ധ്ര മുഖ്യനെയും കോൺഗ്രസ് നേതാക്കളെയും സമീപിച്ചുവെങ്കിലും അതും അംഗീകരിച്ചില്ല. പിന്നീട് അധികാരത്തിൽ വന്ന TRS പാർട്ടിയുടെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവാണ് കോൺഗ്രസ് നേതാവിന് ഒരു സ്മൃതി മണ്ഡപവും പ്രതിമയും സ്ഥാപിച്ചത്. റാവുവിൻ്റെ മരണ ദിവസം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് റാവുവിൻ്റെ മക്കൾക്ക് ഉറപ്പ് നൽകിയ ഡൽഹിയിൽ ഒരു സ്മൃതി മണ്ഡപം അതിനു വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറിയിറങ്ങിയ റാവുവിൻ്റെ മക്കളെ മൻമോഹൻ സിംഗ് കാണാൻ പോലും സമയം കൊടുത്തില്ല. മൻമോഹൻ എന്ന പാവയെ നിയന്ത്രിച്ചിരുന്ന സോണിയ മാഡത്തിന് ഡൽഹിയിൽ റാവുവിൻ്റെ ഓർമ്മകൾ പോലും ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു എന്ന് റാവുവിൻ്റെ ഇളയ മകൾ പരസ്യമായി പറയേണ്ട അവസ്ഥയുണ്ടായി. കാലം ഏറെ മാറി. ഭിത്തിയിൽ കലണ്ടറുകൾ നിരവധി മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിന് ഇന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഒരു സ്മൃതിമണ്ഡപമുണ്ട്, ഏകതാ സ്ഥൽ. ഇത് നിർമ്മിക്കുവാൻ നിർദ്ദേശം കൊടുത്ത പ്രധാനമന്ത്രിയുടെ പേര് കോൺഗ്രസ്സുകാർ അറിയണം, നരേന്ദ്രമോദി. BJP പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡുവാണ് ഇത് അന്ന് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് നേതാവിന് അർഹിക്കുന്ന അംഗീകാരം നൽകുവാൻ നരേന്ദ്രമോദി വേണ്ടിവന്നുവെന്ന് റാവുവിൻ്റെ മകൾ വിജയ സോമയാജി അന്നേ പറഞ്ഞു. എന്തായിരുന്നു സോണിയ മാഡത്തിന് നരസിംഹറാവുവിനോട് ഉണ്ടായിരുന്ന വിരോധ കാരണമെന്നത് ഇന്നും അജ്ഞാതമാണ്. ഒരുപക്ഷെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതാവും കാരണം.